നമസ്കാരം. എമ്പുരാൻ കണ്ടു കഴിഞ്ഞിട്ട് നേരെ വണ്ടിയെ കയറിയിരുന്ന് റിവ്യൂ ചെയ്യുകയാണ്. ഒറ്റവാക്കി പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ. പ്രത്യേകിച്ച് പൃഥ്വിരാജ്, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ബ്രില്യൻസ്, അതുപോലെ മുരളി ഗോപിയുടെ അസാധ്യമായ റൈറ്റിംഗ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ ആ സ്ക്രീൻ പ്ലേയും റൈറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു മലയാള സിനിമ കാണുന്ന ഫീൽ അല്ല ലഭിക്കുന്നത്. ഏതോ ഒരു ഫോറിൻ സിനിമ, അതിനകത്ത് മലയാളം കുറച്ചു നേരം വരുന്നുണ്ട് എന്നുള്ളൊരു രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അത്തരത്തിലുള്ള വിഷ്വൽസും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കാണുമ്പോൾ ശരിക്കും അഭിമാനം ഉണ്ടാകുന്നു. കഥ എന്താണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് ആ ഫസ്റ്റ് കണ്ട് അതൊരു ബേസ്മെന്റ് ആണ്. ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കണ്ട് അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം വരുന്നുണ്ട്. നിലവിലുള്ള എല്ലാ പാർട്ടിക്കാരെയും ആവശ്യത്തിന് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. നല്ല നല്ല കൊട്ടൊക്കെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സിനിമ ഇറങ്ങി മണിക്കൂറുകൾ മാത്രമാവുന്നത് കൊണ്ട് തന്നെ ക്ലീൻ ആയിട്ട് എന്താണ് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വില്ലൻ ആരാണെന്നോ അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് ഇത് പോകുന്നതെന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഥ അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നല്ല മേക്കിംഗ്, നല്ല വിഷ്വൽസ്, അതുപോലെ നല്ല അഭിനേതാക്കളുടെ പ്രകടനം ഒക്കെ തന്നെ മികച്ചതായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ മികച്ചതെന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപാകത ഉണ്ടാകാം. അത് എൻ്റെ അഭിപ്രായമല്ല. അപ്പോൾ ചിലർക്കാകാം, ചിലർക്ക് ആകാതിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടാകാം. ഈ അപാകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ഒരു സാധാരണക്കാരന് ഇത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇതെൻ്റെ ഒരു ചെറിയ വിലയിരുത്തലാണ്, ചിലപ്പോൾ തെറ്റിയേക്കാം. എനിക്ക് എൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എല്ലാവരും അങ്ങനെ സിനിമയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരല്ലാത്തവർക്ക്, വെറും സാധാരണക്കാരനായ ഒരാൾ പോയി സിനിമ കാണുമ്പം ആ ആൾക്ക് ഈ റൂട്ടും കാര്യങ്ങളും ഇതിൻ്റെ കണക്ഷനും ഈ ചേഞ്ചസും ഒക്കെ പെട്ടെന്ന് കണക്ട് ആകാതെ വന്നേക്കാം. അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എല്ലാവർക്കും അല്ല, അങ്ങനെ വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ലാലേട്ടൻ്റെ പ്രസൻസ് വളരെ കുറച്ചാണ്. അത് ഓൾറെഡി പുള്ളി തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഏരിയാസിൽ മാത്രം വന്നു പോവുകയാണ് ലാലേട്ടനുള്ളത്. ബാക്കിയെല്ലാം കഥയുടെ കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് കാണിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാലേട്ടൻ ഫാൻസുകാർക്ക് ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ താരതമ്യേന കുറവാണ്. അതായത് ഒരു ഹൈ മൊമെന്റ്സ് എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. കാരണം വലിയ ആഘോഷം ആക്കാം എന്ന് കരുതി വരുന്ന ഫാൻസുകാർക്ക് ഈ ഹൈ മൊമെന്റ്സ് കുറവായത് ചിലപ്പോൾ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാക്കിയേക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീപക് ദേവാണ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ എന്നില്ല, പാട്ടും അതുപോലെ അതിൻ്റെ ബാക്കിംഗ് ഒക്കെ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന ലെവലിലേക്ക് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് ഓക്കെ, സിനിമയ്ക്ക് വേണ്ടിയത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എമ്പുരാനേ എന്നുള്ള ആ പോർഷൻ ഒരുപാട് പ്രാവശ്യം സിനിമയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആവുന്നുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഡേ ആണ്, കൂടുതലൊന്നും പറയുന്നില്ല. തിയേറ്ററിൽ സിനിമയുണ്ട്, കാണുക, നിങ്ങൾ വിലയിരുത്തുക. എഗെയിൻ ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു തിയേറ്ററിക്കൽ മെറ്റീരിയലാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. നാളെ OTT വരുമ്പോഴത്തേക്കും ഫ്ലേവർ ചിലപ്പം വേറെ രീതിയിലൊക്കെ ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ട് മിസ് ചെയ്യരുത്, തിയേറ്ററിൽ നിന്ന് കാണുക. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.